പച്ചക്കറികളാൽ സമൃദ്ധമായ കഞ്ഞിക്കുഴി 17-ാം വാർഡിൽ പുത്തൻവിളി ഹരിദാസൻ പാപ്പയുടെയും കുടുംബത്തിൻ്റെയും കൃഷിയിടം. പലതരം പച്ചക്കറികളാൽ സമൃദ്ധമാണ് കഞ്ഞിക്കുഴി 17-ാം വാർഡിലെ പുത്തൻവിളി ഹരിദാസൻ പാപ്പയുടെയും കുടുംബത്തിൻ്റെയും കൃഷിയിടം. ചീരയോടൊപ്പം മുളകും തക്കാളിയും തണ്ണിമത്തനും വെള്ളരിയും മത്തനുമൊക്കെ വളരുകയാണ്. വരമ്പിൽ ആദ്യം വിളവായത് നാടൻ ചീരയാണ്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു ചീര കൃഷിയുടെ വിളവെടുപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പാപ്പയും കുടുംബവും വർഷങ്ങളായി പാരമ്പര്യമായി ഈ കഞ്ഞിക്കുഴിയിലെ കൃഷിക്കാരാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ചീരയുടെ വിളവെടുപ്പാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. വിവിധതരം പച്ചക്കറികൾ പാപ്പയും കുടുംബം കൃഷി ചെയ്യുന്നു. നമ്മുടെ യുവ കർഷക കൂടിയാണ് രേഷ്മ. ഇപ്പോൾ മാതൃകപരമായുള്ള നല്ല ചിട്ടയോടും അച്ചടക്കത്തോടും അതുതന്നെയല്ല പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉത്സവകാലമുള്ളതാണ്. ചീര നന്നായി വിറ്റുപോകാൻ കഴിയുന്നൊരു സാഹചര്യമുള്ളത്. ഏറ്റവും പോഷക ഗുണമുള്ള ഒന്നാണ് ചീര. ആ ചീരയുടെ വിളവെടുപ്പാണ് ഇന്നിപ്പോൾ നടത്തുന്നത്. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനത്തെ അങ്ങേയറ്റം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിളവെടുപ്പ് നമ്മളെല്ലാം അനുഭവത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് ലജിത തിലകൻ, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, അയൽക്കൂട്ടം ഭാരവാഹികളായ സി സത്യൻ, വേണുഗോപാൽ, കർഷകരായ സുമേഷ്, രേഷ്മ എന്നിവർ പങ്കെടുത്തു. കരപ്പുറത്ത് ഉത്സവങ്ങൾ ആരംഭിച്ചതോടെ പച്ചക്കറികൾക്ക് വലിയ ആവശ്യക്കാരാണുള്ളത്. കണിച്ചുളങ്ങര ക്ഷേത്രത്തിലും പ്രാദേശിക മാർക്കറ്റുകളിലുമാണ് ചീര വിപണനം. മകൻ സുമേഷിൻ്റെ ഭാര്യ രേഷ്മ സംസ്ഥാന യുവകർഷക അവാർഡ് ജേതാവ് കൂടിയാണ്. ഞങ്ങൾ കൃഷി ഫുള്ള് പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത്. വിധവനം പച്ചക്കറിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ 5 ഏക്കർ പാടശേഖരത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ ചീരയുടെ വിളവെടുപ്പായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടൊരു ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഈ സെയിലിനെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതായത് എല്ലാവിധ പച്ചക്കറികളും നമ്മൾ ഫ്രഷായിട്ട് കൊടുക്കുന്നു. അത് ജൈവ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നു. അതാണ് നമ്മുടെ ഒരു നേട്ടവും നമ്മുടെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും. നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ഫാമിംഗ് ആണ്. അതായത് അടിവളമായിട്ട് കോഴിവളവും ചാണകവും കുമ്മായം ഇട്ട ശേഷം മൾച്ച് ചെയ്ത് ട്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഏരിയ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജലസേചനം പെട്ടെന്ന് നടക്കുന്നു. അതാണ് ഏറ്റവും വലിയ എന്ത്. പിന്നെ ഹൈ ഈൽഡ് നമുക്ക് കിട്ടും. അതായത് ഇതിന് കള പിടിക്കില്ല. അത് നമ്മുടെ നേട്ടം തന്നെയാണ് അത്.